യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനത്ത് എപ്പോഴും ഉള്ളത് പ്രമാണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയുടെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ള പ്രാമാണിക വചനങ്ങൾ, അതിനാണ് എപ്പോഴും ഒന്നാം സ്ഥാനം നൽകേണ്ടത്. ആ പ്രമാണത്തെ മനസ്സിലാക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധി, അല്ലാതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, ബുദ്ധിക്ക് പ്രമാണം എതിരായി വരുമ്പോൾ ചില ആളുകൾ അതിന് പരിഹാരം കണ്ടെത്തിയത് വളരെ അപകടകരമായ വലിയ വ്യതിയാനത്തിലേക്ക് പോയിക്കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരിക്കലും ബുദ്ധി പ്രമാണത്തിനെതിരാവുകയില്ല. എന്നാൽ പ്രമാണത്തിന് ബുദ്ധി എതിരാകും എന്ന് വിചാരിച്ചുകൊണ്ട് ചില ആളുകൾ അങ്ങനെ വരുമ്പോൾ ബുദ്ധിയെയാണ് മുന്തിക്കേണ്ടത്, ബുദ്ധിക്കാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന ഒരു റിസൾട്ടിലെത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് രണ്ട് ആമുഖ വാചകങ്ങളിലൂടെ, തെറ്റായ രണ്ട് ആമുഖങ്ങളിലൂടെ ഒരു തെറ്റായ കൺക്ലൂഷനിലേക്ക് അവർ എത്തുകയാണ് ചെയ്തത്. അവരുടെ ഒന്നാമത്തെ ആമുഖം എന്താ? അവർ പറയുന്ന ബുദ്ധിയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, ബുദ്ധി കൊണ്ടാണല്ലോ നമ്മൾ എല്ലാം മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് ബുദ്ധിക്കാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്, ബുദ്ധി കൊണ്ട് നമ്മൾ ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രമാണങ്ങൾ സ്വീകരിച്ചത്, അതുകൊണ്ട് ബുദ്ധിക്കാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്നതാണ് അവരുടെ ഒന്നാമത്തെ ആമുഖം. അവരുടെ രണ്ടാമത്തെ ആമുഖം എന്താണ്? ആമുഖവാചകം ബുദ്ധിയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, ബുദ്ധിയും പ്രമാണവും എതിരാകുന്ന അവസ്ഥ ഉണ്ട് എന്നവർ പറയും. യഥാർത്ഥത്തിൽ ബുദ്ധിയും പ്രമാണവും എതിരാവുകയില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ഈ രണ്ട് ആമുഖങ്ങളിൽ നിന്നുകൊണ്ട് അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. എന്താണ് കൺക്ലൂഷൻ? അതുകൊണ്ട് അങ്ങനെ വന്നാൽ ബുദ്ധിയാണ് അടിസ്ഥാനം എന്നിരിക്കെ ബുദ്ധിയെയാണ് പ്രമാണത്തെക്കാൾ മുന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് ആമുഖ വാചകങ്ങളിലും അതിലൂടെ അവർ എത്തിയ അവസാനത്തെ നിഗമനത്തിലും എല്ലാത്തിലും അവർക്ക് അബദ്ധം സംഭവിച്ചിരിക്കുകയാണ്, തെറ്റുപറ്റിയിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവരുടെ ഒന്നാമത്തെ ആമുഖം ബുദ്ധിയാണ് ഒന്നാം സ്ഥാനത്ത്, പ്രമാണം അതിനെ തുടർന്ന് വരുന്നതാണ് എന്നത് ഒരിക്കലും ശരിയല്ല. യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനത്ത് എപ്പോഴുമുള്ളത് പ്രമാണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയുടെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ള പ്രാമാണിക വചനങ്ങൾ, അതിനാണ് എപ്പോഴും ഒന്നാം സ്ഥാനം നൽകേണ്ടത്. ആ പ്രമാണത്തെ മനസ്സിലാക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധി, അല്ലാതെ പ്രമാണത്തിന് വിധി പറയാൻ, പ്രമാണത്തിൻ്റെ മേൽ വിധി പറയാനുള്ള വിധികർത്താവല്ല ബുദ്ധി. പ്രമാണത്തെ മനസ്സിലാക്കാനുള്ള ടൂൾ മാത്രമാണ് ബുദ്ധി. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ റബ്ബ്, അവൻ മാത്രമാണ് ആരാധ്യൻ എന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, ദൂതനാണ് എന്നുള്ള മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനങ്ങൾ നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അത് സ്ഥിരപ്പെടുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് പ്രമാണങ്ങളിൽ നിന്നാണ്. പ്രമാണങ്ങളാണ് നമ്മളത് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനം. പ്രമാണങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച തെളിവുകളാണ്, അതിനടിസ്ഥാനപ്പെടുത്തിയാണ്, ആ തെളിവുകളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുന്നതും വിശ്വസിക്കുന്നതും. അതുകൊണ്ട് പ്രമാണങ്ങൾ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം, അല്ലാതെ ബുദ്ധിയല്ല ഒന്നാം സ്ഥാനത്ത് വരുന്നത്, പ്രമാണമാണ്. രണ്ടാമത്തെ അവർ പറയുന്ന അവരുടെ ഒരു ആമുഖവാചകം, രണ്ടാമത്തെ ആമുഖവാചകം എന്നുള്ളത് ബുദ്ധിയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നതാണ്. യഥാർത്ഥത്തിൽ അത് തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യമില്ല. നമുക്കത് മനസ്സിലാക്കാവുന്ന ഒരുപാട് വിഷയങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുകളിൽ നിന്ന് സുരക്ഷിതനാണ്. അബദ്ധങ്ങൾ, ഈ വഹ്യ്, ഈ ദീന് നമുക്ക് എത്തിച്ചു തരുന്ന കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനെ സംരക്ഷിച്ചിട്ടുണ്ട്. സത്യമല്ലാതെ അവിടുന്ന് പറയുകയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സത്യമല്ലാതെ അവിടുന്ന് ഒരിക്കലും പറയുകയില്ല. അതുകൊണ്ട് തന്നെ സത്യമല്ലാത്തൊരു കാര്യം ആണെങ്കിലേ അത് ബുദ്ധിക്കെതിരാവുള്ളൂ. യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും ബുദ്ധിക്കെതിരാവുകയില്ലല്ലോ, യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും ശരിയായ ബുദ്ധിക്കെതിരായി വരികയില്ല. കളവാണെങ്കിലേ അത് ബുദ്ധിക്കെതിരായി വരികയുള്ളൂ. അപ്പോൾ കളവ് പറയാത്ത, സത്യം മാത്രം അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ദീനിനെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരിക്കലും ബുദ്ധിക്കെതിരായ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. കാരണം ആ പ്രവാചകൻ അബദ്ധങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് സുരക്ഷിതനാണ്, അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ രാമുഖം തെറ്റാണെന്ന് പറയാൻ, ബുദ്ധിയേക്കാൾ പ്രമാണത്തിന് ആണ്, ബുദ്ധിയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറയുന്ന വാദത്തിന് അത് ശരിയല്ല, ബുദ്ധിയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന വാദം ശരിയല്ല എന്ന് പറയാൻ
നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ ന്യായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റുകളിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്മുടെ ന്യായം, നമ്മൾ പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പ്രാമാണിക വചനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഷറഇലെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ബുദ്ധിയും പ്രമാണവും പൂർണ്ണമായും ഒന്നിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് വൈരുദ്ധ്യമാണെന്ന് പറയുന്ന ശരിയായ ഒരു എക്സാമ്പിൾ പോലും, ഒരു സന്ദർഭം പോലും, ഒരു സാഹചര്യം പോലും നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. പലപ്പോഴും അങ്ങനെ എതിരാകുന്നുണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന പല ഉദാഹരണങ്ങളും പല സംഭവങ്ങളും അത് യഥാർത്ഥത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതൊന്നും എതിരാകുന്നില്ല എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടും. മൂന്നാമത്തെ നമ്മുടെ ന്യായം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ പ്രവാചകന്മാരാണ്, പിന്നീട് സഹാബത്താണ്, പിന്നീട് താബിഉകളും അത്ബാഉ താബിഉകളുമാണ്. അങ്ങനെയുള്ള സച്ചരിതരായ സലഫുകളാണ്. അവർക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല ബുദ്ധിയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന്. അവർക്കൊന്നും അനുഭവപ്പെടാത്തതിനാൽ ഏറ്റവും ബുദ്ധിയുള്ള സമൂഹം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ പ്രഥമ വാഹകരായി, അവൻ്റെ പ്രവാചകന്മാരായി, അതിൻ്റെ പ്രഥമ വാഹകരായി തിരഞ്ഞെടുത്ത ആ അത്രയും ബുദ്ധിയുള്ള, അത്രയും നല്ല ബുദ്ധിയുള്ള സമൂഹത്തിന് ഇങ്ങനെ പ്രമാണവും ബുദ്ധിയും എതിരാകുമെന്ന് അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ അതുണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവസാനമായി ഒരു എത്തിപ്പെട്ട റിസൾട്ടിനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മുഖദ്ദിമയും ഈ രണ്ട് ആമുഖവാചകങ്ങളും തെറ്റായിരിക്കെ പിന്നെ സ്വാഭാവികമായും അതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന നിഗമനവും തെറ്റായിരിക്കും. എന്നാലും ആ നിഗമനത്തെ നമുക്ക് പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെയും നമുക്ക് ഒന്നുകൂടി അതിന് മറുപടി പറയാൻ സാധിക്കും. ഒന്നാമത്, നമുക്കറിയാവുന്ന പോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും പൂർണ്ണമായി കീഴൊതുങ്ങുക എന്നതാണ്. അള്ളാഹുവിന് വഹീന് കീഴൊതുങ്ങുക, അതാണ് ഇസ്ലാം. എന്നിട്ട് പിന്നെ പ്രമാണത്തെക്കാൾ ബുദ്ധിക്ക് പ്രാമുഖ്യം കൊടുക്കുക എന്നത് ഈ പറഞ്ഞ പൂർണ്ണമായ കീഴൊതുങ്ങലിന് വിരുദ്ധമാണ്. അപ്പോൾ അതൊരിക്കലും ഒരു മുസ്ലിമിന് അനുയോജ്യമല്ല. രണ്ടാമതായി, സുരക്ഷിതമായ അള്ളാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിച്ച ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് അള്ളാഹു പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ വഹ്യ്. നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്ത അവൻ്റെ പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തും അതിനേക്കാളും സുരക്ഷിതമല്ലാത്ത, സംരക്ഷണം ആരും ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരുപാട് അബദ്ധങ്ങളും തെറ്റായ ധാരണകളും എത്താൻ സാധ്യതയും അങ്ങനെ എത്തുന്ന ഒരുപാട് അബദ്ധങ്ങൾ പിണയുന്ന മനുഷ്യൻ്റെ ബുദ്ധി എങ്ങനെയാണ് ആ ബുദ്ധിയെ, മനുഷ്യൻ്റെ അബദ്ധങ്ങൾ തെറ്റുകൾ സംഭവിക്കുന്ന ആ ബുദ്ധിയെ പിന്നെ എങ്ങനെയാണ് അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്ത സുരക്ഷിതമായ പ്രമാണങ്ങളെക്കാൾ മുന്തിക്കുക? അത് അങ്ങേയറ്റത്തെ ബുദ്ധിശൂന്യതയാണ്. മൂന്നാമതായി നമുക്ക് പറയാൻ സാധിക്കും, ആരുടെ ബുദ്ധിയുടെ, ഇനിയിപ്പോൾ അങ്ങനെ ബുദ്ധിക്ക് പ്രാമുഖ്യം കൊടുക്കണമെന്ന് വിചാരിക്കുക, ആരുടെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്? ആരുടെ ബുദ്ധിയെയാണ് വിധികർത്താവാക്കേണ്ടത്? ആരുടെ ബുദ്ധിക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്? എല്ലാ മനുഷ്യനും അവൻ്റെതായ ബുദ്ധിയുണ്ട്, സ്വതന്ത്രമായ ബുദ്ധിയുണ്ട്. അപ്പോൾ ഇന്ന മനുഷ്യൻ ശരിയാണ്, നല്ലതാണെന്ന് വിചാരിക്കുന്നു, മറ്റൊരു മനുഷ്യൻ മോശമാണെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മൾ എന്തിന് പ്രാമുഖ്യം കൊടുക്കണം, എന്തിനെ ശരിയായി കാണണം? അവിടെ നമുക്കൊരു മാനദണ്ഡം, കൃത്യമായൊരു മാനദണ്ഡം മുന്നോട്ട് വെക്കുക എന്നുള്ളത് അസാധ്യമാണ്. എന്നുള്ളതൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, ഈ വാദം, അതിൻ്റെ ആമുഖങ്ങൾ, അതിനുവേണ്ടി അവർ പടച്ചുണ്ടാക്കിയ ആമുഖങ്ങളും അവരതിലെത്തിപ്പെട്ട നിഗമനവും എല്ലാം പൂർണ്ണമായും അബദ്ധജടിലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗത്തിലേക്ക് നമ്മെ വഴി നടത്തുമാറാകട്ടെ.